എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. പൊതുവിൽ നല്ല ശരീരപുഷ്ടിയും ആരോഗ്യവും നല്ല സംഭാഷണ ചാതുര്യവും മനക്കരുത്തും ഒക്കെയുള്ളവരാണ് തിരുവോണ നക്ഷത്രക്കാർ. എപ്പോഴും എല്ലാവരോടും നന്നായി പെരുമാറുകയും ജനമധ്യത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നവരാകും. അകമഴിഞ്ഞ് ആരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരായിരിക്കും. എന്നാലും ആരെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ മുഴുവൻ വിഴുങ്ങാനൊന്നും ഇവർ തയ്യാറല്ല. ഇവരുടേതായ യുക്തിക്കും ചിന്തയ്ക്കും അനുസരിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് വിശകലനം ചെയ്ത് മാത്രമേ ഒരു കാര്യത്തെക്കുറിച്ച് ഇവരൊരു തീരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കുലീനമായ പെരുമാറ്റം, അടുക്കും ചിട്ടയും ഉള്ള ജീവിത രീതികൾ, നല്ല രീതിയിലുള്ള അധ്വാനശീലം, എല്ലാവരെയും സഹായിക്കണം എന്നുള്ള സഹാനുഭൂതി, സഹായിച്ച് ഏറ്റവും കൂടുതൽ ആ സഹായിച്ചവരിൽ നിന്ന് പണി മേടിച്ചെടുക്കുന്നതിനും യാതൊരു വിഷമവുമില്ലാത്ത നക്ഷത്രം. അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നല്ല സന്മനസ്സുള്ളവരാണിവർ. നമ്മൾ പറയുകയാണെങ്കിൽ വളരെയധികം വലിയൊരു മനസ്സിനുടമയാണ്. കാരണം ഒരാൾ ഉപദ്രവിച്ചാലും അതും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഇവർ റെഡിയാണ്. പലപ്പോഴും ഇവർക്ക് പലരിൽ നിന്നും പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ മുതൽക്കൂട്ടായി വരാറുണ്ട്. ഇവർക്കൊരു ഉപദ്രവം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അതിവരെ സഹായിച്ചവരിൽ നിന്ന് തന്നെയാവാനാണ് സാധ്യത കൂടുതൽ. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ഒരുപാട് ജീവിത പ്രോബ്ലങ്ങളിൽ നിന്ന് ഇവർക്ക് ജീവിതത്തിൽ ഉയർന്നു വരേണ്ടതായ ഒരുപാട് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ജീവിത പരീക്ഷണങ്ങളൊക്കെ താങ്ങേണ്ടതായിട്ടും വരാറുണ്ട്. എന്നാൽ ഇവരങ്ങനെ ആരെയും വകവയ്ക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ. ഇവരൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട, അത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഇവരതങ്ങനെ വകവയ്ക്കാനൊന്നും നിൽക്കത്തില്ല. ഇവർക്ക് ഉചിതമെന്നും ഇവർക്ക് നല്ലതെന്നും ഇവർക്ക് ചെയ്യാൻ ഇഷ്ടമെന്നും തോന്നുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഇവരതങ്ങോട്ട് ചെയ്യും. ആരെയും മുഖം നോക്കി സംസാരിക്കുന്ന ശീലമൊന്നുമില്ല. മനസ്സിൽ തോന്നുന്നത് എന്താണെങ്കിലും അത് ആർക്കിഷ്ടമായാലും ഇല്ലെങ്കിലും ഇവർ പറയാനുള്ളത് അങ്ങ് പറയുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ച മനോഭാവവും ഇവർക്കുണ്ടാവുകയില്ല. പറഞ്ഞു കഴിയുമ്പോൾ ഇത് കേൾക്കുന്നവരുടെ ഉള്ളിൽ തോന്നും, എന്നാലും എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലല്ലോ എന്ന് അവരുടെ ഉള്ളിൽ തോന്നുന്ന രീതിയിൽ കട്ടുപുട്ടു എന്നിവർ സംസാരിക്കുന്ന ഒരു ശൈലി ഈ തിരുവോണ നക്ഷത്രക്കാരിൽ പൊതുവെ കണ്ടുവരാറുണ്ട്. എന്നാൽ ഇവർ പ്രത്യേകിച്ച് ഉള്ളിലൊന്നും വെച്ചിട്ടൊന്നും ആവില്ല കേട്ടോ, ഇങ്ങനെ പറയാം. അതുപോലെ തന്നെ ഇവർക്ക് നല്ല രീതിയിൽ എന്തിൻ്റെയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും നല്ല ചുമതലാശേഷിയും അതുപോലെ പരിസരങ്ങളൊക്കെ നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്നതിനും അത് നല്ല രീതിയിലൊക്കെ ഒരുക്കി നല്ല ഭംഗിയായിട്ടൊക്കെ വയ്ക്കുന്നതിനും ഒക്കെയുള്ള മനസ്സുള്ളവരുമാണ്. പിന്നെ ലേശം ഇത്തിരി ഒരു പൊങ്ങച്ച സ്വഭാവമുണ്ടോ എന്ന് ചിലർക്ക് കാര്യത്തിൽ നമുക്ക് തോന്നാറുണ്ടല്ലേ. പക്ഷെ അത് എല്ലാവർക്കും ഒന്നും കണ്ടുവരാറുമില്ല. ചിലരിൽ ഒരു ലേശം അതായത് ഒരു അഹങ്കാര മനോഭാവം, ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നൊക്കെയുള്ളൊരു മനോഭാവം ഉണ്ടാവും. അത് പിന്നെ മനുഷ്യനല്ലേ, എല്ലാവരിലും ജന്മസഹജമാണല്ലേ. അത് നക്ഷത്രത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല, എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അതുപോലെ ഭംഗിയായി വസ്ത്രധാരണം നടത്തുന്നവരായിരിക്കും. അതുപോലെ തന്നെ പണം കൊണ്ടും ശരീരം കൊണ്ടും ആർക്കും ഉപകാരം ചെയ്യുന്നതിനൊന്നും ഒരു മടിയുള്ളവരായിരിക്കില്ല. താൻ ഇഷ്ടപ്പെടുന്നവരെ ആരെങ്കിലും കുറ്റം പറയുകയോ എന്തെങ്കിലും അവരെ എതിർത്ത് സംസാരിക്കുകയോ ചെയ്താൽ ആരെന്ന് നോക്കാതെ കടുത്ത രീതിയിൽ അത് വിമർശനത്തിനിടയാക്കുകയും അവരോട് വളരെ പരുഷമായി സംസാരിക്കുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവൻ തന്നെ ത്യാഗം ചെയ്യുന്നതിനും മടിയില്ലാത്തവരുമാണ്. ഈ തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന കുറേ ആളുകൾ, അതായത് ഏറെ ആളുകളും വിദേശത്തൊക്കെ പോകുന്നതായി കണ്ടുവരാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഇവർക്ക് മാനസികമായിട്ടുള്ള
പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം ഇവരുടെ കഠിന അധ്വാനം തന്നെയാണ്. കാരണം ശരീരം നോക്കാതെ കണ്ട് വളരെ അധ്വാനിക്കുന്നതിനും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും ഒരു മടിയില്ലാതെ ജോലി ചെയ്യാനുമൊക്കെ നല്ല പ്രാപ്തിയുള്ളവരാണിവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ജീവിതത്തിൽ പല വിഷമ സാഹചര്യങ്ങളെയും ഇവർക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ. അതുപോലെ നല്ല സത്യസന്ധത പാലിക്കുന്നവരും പറഞ്ഞ വാക്കിന് നല്ല വാല്യൂ കൊടുക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ. പണമിടപാടുകളിലൊക്കെ കുറച്ച് കൃത്യത പാലിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിച്ച്, കാരണം പൈസ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ വരുംവരായികയൊന്നും നോക്കാതെ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങി ഇവരങ്ങ് ചെയ്യും. മറ്റൊരാൾ ചെയ്യട്ടെ അല്ലെങ്കിൽ അവരും കൂടി കൂടട്ടെ എന്നൊന്നും ഇവർ ചിന്തിച്ച് നിൽക്കില്ല. ഇവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇവരതെടുത്ത് കാര്യങ്ങൾക്ക് അങ്ങ് മുന്നിട്ടിറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ പലപ്പോഴും ധനനഷ്ടം ഉണ്ടാവുന്നതിനും മറ്റുള്ളവർ ആ ധനം തിരിച്ചു കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ധനനഷ്ടം സംഭവിക്കാനും ജീവിതത്തിൽ പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരേണ്ടതായിട്ടും ഇവർക്ക് കാണുന്നുണ്ട്. ആ ടൈമിൽ ഇവർക്ക് ആരും ഒരു സഹായത്തിന് ഉണ്ടാവാനും പ്രയാസമാണ്. കാരണം ഇവർ പെട്ടെന്നുള്ള ദേഷ്യവും എടുത്തുചാട്ട സംസാരമൊക്കെ മറ്റുള്ളവരിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും അപ്പോൾ ഇവർക്കൊരു ദുരിത സമയം വരുമ്പോൾ അവരതിന് മടിച്ചു നിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ കണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് പടവെട്ടിപ്പൊരുതി മുന്നോട്ട് വരുന്ന ഒരു നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർ. വിദ്യ കൊണ്ടൊക്കെ നല്ല ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ പ്രാപ്തരാണിവർ. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഉയർന്ന തലം മുതൽ താഴെ തലം മുതൽ വരെയും ഈ നക്ഷത്രക്കാരെ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് നല്ല വിടർന്ന കണ്ണുകളും നല്ല അഴകും ആരോഗ്യവും നല്ല നീണ്ട കാർക്കൂന്തലും അല്ലെങ്കിൽ ഭംഗിയുള്ള മുടികളും മൂക്കിനൊക്കെ ഇവർക്കൊരു പ്രത്യേകത കാണും. അങ്ങനെ വളരെ ആകർഷണീയത്വമുള്ള ശരീരത്തോടു കൂടിയവരും അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരും മുതിർന്നവരോടൊക്കെ വളരെയധികം വിധേയത്വം കാത്തു സൂക്ഷിക്കുന്നവരും നല്ല രീതിയിൽ ഗ്രഹഭരണം നടത്തുന്നവരും പാചക കലകളിലൊക്കെ നിപുണരുമായിരിക്കും. പൊതുവിൽ അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. പിന്നെ ചുരുക്കം ചിലരൊക്കെ മാറ്റം വരാറുണ്ട്. അതെല്ലാത്തിലും ഉണ്ടല്ലോ, അവരുടെ ആ സമയവും പാദവും ദിവസവും ജനിക്കുന്ന ദിവസവും ഡേറ്റും ഒക്കെ അനുസരിച്ചുള്ള ഒരു വ്യത്യാസമാണ്. വളരുന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള വ്യത്യാസമാണ് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ കൂട്ടുപ്രവർത്തനങ്ങളിലൊക്കെ ഇവരിടപെട്ടാൽ ഇവരാദ്യം ഒരു ആരംഭശൂരത്വം കാണിച്ചാലും പിന്നീട് ഒരു തണുപ്പം പ്രകൃതമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൊക്കെ വിജയിക്കാൻ പാടായിരിക്കും ഇവർക്ക് പൊതുവിൽ. അതുപോലെ ജീവിതത്തിൽ ഒന്നിടവിട്ട് ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും. അതുപോലെ മിക്കവാറും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുവാനുള്ള യോഗ്യത ഈ തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾക്കുള്ളതാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിദ്യയിൽ കവിഞ്ഞ അറിവ് നേടുന്നതിനും അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിനും, അതായത് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞും കൂടിയ തലത്തിൽ അറിവുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാരിൽ അധികവും. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയും ബന്ധുജനങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട വരുന്നതായിട്ടും ഈ നക്ഷത്രക്കാരെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ നല്ല സ്നേഹവും വിധേയത്വമുള്ള ജീവിത പങ്കാളിയെ അവർക്ക് ലഭിക്കുന്നതായി കണ്ടുവരാറുണ്ട്. ഇവർ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ആ പ്രശ്നങ്ങളെയെല്ലാം സഹനപൂർവ്വം സഹിച്ച് അതൊന്നുമല്ലാത്ത രീതിയിലാക്കി അതങ്ങനെയൊന്നും അല്ല വിചാരിച്ചതെന്നുള്ള രീതിയിൽ വളരെയധികം ഇതാക്കി എടുത്ത് നിൽക്കുന്നവരായിരിക്കും ഇവരുടെ പങ്കാളികളിൽ അധികവും. നമ്മൾ പറയില്ലേ ദൈവം അറിഞ്ഞ് ചെയ്തു എന്നൊക്കെ, അതുപോലെ തന്നെ ഇവരുടെ ചെറിയ കുറവുകളെ മറയ്ക്കുന്ന രീതിയിലുള്ള നല്ല പങ്കാളികളെയായിരിക്കും ഇവർക്ക് കിട്ടുക. പൊതുവിൽ നല്ല രീതിയിൽ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള
ഒരുപാട് ജീവിത മനപ്രയാസങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചിട്ടുള്ള, എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന, ശരിക്കു പറഞ്ഞാൽ വളരെ സാധു ജീവികൾ തന്നെയാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ കേട്ടോ. അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.